നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ജയരാജന്റെ രാജിയിലൂടെ യശസ് ഉയർത്തി പിണറായി വിജയൻ സർക്കാർ. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഇ.പി. ജയരാജൻ രാജിവെച്ചതോടുകൂടി പിണറായി വിജയൻ സർക്കാർ യശസ് ഉയർത്തി വീണ്ടും മുന്നോട്ട്. ഉമ്മൻചാണ്ടി സർക്കാർ കണ്ടുപഠിക്കേണ്ടിയിരുന്നത് എന്താണ് UDF-ൽ നിന്ന് LDF സർക്കാർ വന്നപ്പോൾ അവരുടെ ചെയ്തികളിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റം? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് A. റഹീം, T. സിദ്ദിഖ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഒപ്പം ജോസഫ് വാഴയ്ക്കലും ഈ ചർച്ചയിൽ ചേരും. ബന്ധുനിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ രാജിവെച്ചതിലൂടെ അഴിമതിക്കെതിരായ CPM-ൻ്റെയും പിണറായി മന്ത്രിസഭയുടെയും ഉറച്ച നിലപാടാണ് വെളിവാക്കപ്പെടുന്നത്. കുറ്റം ചെയ്തത് ഏത് പ്രബലനായാലും ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ.പി. ജയരാജന്റെ രാജി നൽകുന്ന സന്ദേശം. പി ജയരാജന്റെ ഭാര്യ സഹോദരിയായ PK ശ്രീമതി MP-യുടെ മകൻ PK സുധീറിനെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടറാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യ ദീപ്തി നിഷാദിനെ കണ്ണൂർ ക്ലേ ആൻഡ് സിറാമിക്സിൽ ജനറൽ മാനേജർ സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. ഈ നിയമനങ്ങൾ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെ സുധീറിന്റെ നിയമനം റദ്ദാക്കി. ദീപ്തി നിഷാദ് കഴിഞ്ഞ ദിവസം രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഈ നടപടികൾ കൊണ്ടുമാത്രം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് നേരിട്ട നഷ്ടം നികത്താനാകില്ലെന്ന നിഗമനത്തിലായിരുന്നു പാർട്ടിയും സർക്കാരും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യവസായ വകുപ്പിലെ മുഴുവൻ നിയമനങ്ങളുടെയും വിവരങ്ങൾ കൈമാറാൻ ജയരാജനുമായുള്ള ചർച്ചയിൽ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഘടകകക്ഷി മന്ത്രിമാർ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ജയരാജന്റെ നടപടി അഴിമതി നിരോധന നിയമപ്രകാരം ചോദ്യം ചെയ്യപ്പെടാവുന്നതാണെന്ന നിലപാട് വിജിലൻസ് ഡയറക്ടർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കോടതിയുടെ മുന്നിലും വിഷയമെത്തി. ഈ സാഹചര്യത്തിലാണ് പാർട്ടിക്കും സർക്കാരിനും താൻ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് ജയരാജൻ അറിയിച്ചത്. ഇ.പി. ജയരാജന്റെ രാജിയിലൂടെ പിണറായി മന്ത്രിസഭയും CPIM-ഉം അഴിമതിക്കെതിരായ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും നിലപാട് ഒന്നുതന്നെയെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി മന്ത്രിസഭ. നേരത്തെ K. ബാബുവിനും KM മാണിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു CPIM. ഇന്ന് അതേ പാർട്ടിയുടെ സർക്കാരിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ വ്യക്തിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലൂടെ പിണറായി സർക്കാർ അഴിമതിക്കെതിരെ വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്. വ്യവസായ മന്ത്രി സ്ഥാനത്തു നിന്ന് രാജിവെച്ചുകൊണ്ട് ഇ.പി. ജയരാജന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രസ്താവനയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ജിതിൻ നൽകും. ജിതിൻ, എന്തൊക്കെയാണ് ഇ.പി. ജയരാജന്റെ പ്രസ്താവനയിൽ പറയുന്നത്? ലാൽ, വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 4.5 മാസക്കാലത്തെ തന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന് തുടങ്ങിയാണ് ഇ.പി. ജയരാജൻ തന്റെ രാജിക്ക് ശേഷം ആദ്യമായി പ്രസ്താവനയിലൂടെ പ്രതികരിക്കുന്നത്. കേരളത്തിലെ വ്യവസായ മേഖല അടക്കി ഭരിച്ച് അടിമുടി നശിപ്പിക്കുന്ന ചില ശക്തികൾക്കും മാഫിയകൾക്കും തന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. വ്യവസായ വകുപ്പിലെ സുപ്രധാന സ്ഥാനങ്ങളിലിരുന്ന് അഴിമതി കാട്ടിയിരുന്ന നിരവധി ആളുകളെ തനിക്ക് നീക്കം ചെയ്യാനായി ഇവരെ മാറ്റി നിയമിക്കാനെടുത്ത തീരുമാനങ്ങൾ അത്തരക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ പുതിയ വിവാദം ഉയർന്നു വന്നത് എന്ന് ഇ.പി. പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിവാദങ്ങൾ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ ശത്രുക്കളും അഴിമതിക്കാരും CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും തന്റെ പാർട്ടിയുടെയും യശസ്സിനെ കളങ്കം ചാർത്താതിരിക്കാനും തന്റെ തത്വാധിഷ്ഠിത നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് ഈ അവസരത്തിൽ താൻ രാജി സന്നദ്ധത പാർട്ടിയെ അറിയിച്ചതെന്നും ആ രാജിക്ക് പാർട്ടി അനുമതി നൽകിയെന്നും ഇ.പി. പ്രസ്താവനയിൽ പറയുന്നുണ്ട്. താൻ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞുവെന്നും വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ 4.5 മാസത്തെ തന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹകരണവും നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ഇ.പി. തന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. എന്തായാലും താൻ ഉന്നതമായ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജി വെച്ചത് എന്ന് വ്യക്തമാക്കിയാണ് ഇ.പി. പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലാൽ, വ്യവസായ വകുപ്പ് മന്ത്രിസ്ഥാനത്തു നിന്ന് രാജിവെച്ച ഇ.പി. ജയരാജൻ പ്രസ്താവനയിലൂടെ പ്രതികരിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ജിതിൻ. ഇടവേളയിൽ ജയരാജന്റെ രാജി പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടി അല്ലെന്ന് സീതാറാം യെച്ചൂരി. തെറ്റു തിരുത്തുന്നത് പക്വമായ നടപടിയെന്നും യെച്ചൂരി പറഞ്ഞു. BJP-യെയോ കോൺഗ്രസിനെയോ പോലെയല്ല CPM എന്നും യെച്ചൂരി പറഞ്ഞു.
correcting mistakes is never a setback. In fact, that shows the maturity and that shows a different character. And unlike the earlier governments in Kerala or the other parties which have governments in India at the central level, we are a party that correct. In case there is a mistake, the correction is done. Unlike what you have seen either with the BJP government or with the earlier UDF government in Kerala. ക്രമരഹിതമായ ഒരു നടപടിയും അംഗീകരിക്കില്ലെന്ന് SRP. ആ സന്ദേശമാണ് CPM നൽകിയതെന്നും SRP പറഞ്ഞു. ഇപ്പോൾ കുറേ നടപടികൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞു. എന്ത് വേണം എന്നുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ജയരാജൻ രാജിവെച്ചതെന്ന് കാനം രാജേന്ദ്രൻ. രാജി ആവശ്യപ്പെടാൻ UDFന് അർഹതയില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെയും മര്യാദയുടെയും അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നീക്കാൻ ജയരാജൻ ഒഴിഞ്ഞു നീക്കാൻ തീരുമാനിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചില പ്രതികരണങ്ങൾ കണ്ടു. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 5 വർഷക്കാലം മുമ്പ് ഇവിടെ ധാരാളം വിജിലൻസ് കേസുകളും വിജിലൻസ് പരാമർശനങ്ങളും ഉണ്ടായിരുന്നു. ഒരു മന്ത്രിയെങ്കിലും രാജിവെക്കാൻ സീസറുടെ ഭാര്യ വേണ്ടി വന്നു എന്നുള്ളതാണ്, ഹൈക്കോടതി പരാമർശനം വേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ പാരമ്പര്യം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും പറയാൻ UDFന് ഒരു അവകാശമില്ല. എന്നാൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിടവേള. ചർച്ചയിൽ തുടക്കത്തിൽ ചേരുന്നത് ശ്രീ ജോസഫ് വാഴക്കൻ. ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ EP ജയരാജൻ രാജിവെച്ചു. പിണറായി വിജയൻ സർക്കാർ അവരുടെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിനവർക്ക് അർഹത ഇല്ലേ? അവർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അവിടെ ശ്രീ EP ജയരാജനെ സംരക്ഷിക്കുകയല്ല, EP ജയരാജന്റെ പേരിലൊരു നടപടി എടുത്തില്ല എങ്കിൽ എല്ലാം കൂടി മുങ്ങുമായിരുന്നു. എല്ലാവരും കൂടി മുങ്ങുന്നതിന് പകരം ഒരാളെ മാത്രം ബലി കഴിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ EP ജയരാജനെ പുറത്താക്കി. അതൊരു ആദർശത്തിന്റെ ഭാഗമാണ്, പാർട്ടിയുടെ നിലപാടാണ്, മുഖ്യമന്ത്രിയുടെ ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് നിർത്താം എന്നുള്ളതല്ലാതെ ഈ കൂട്ടുകച്ചവടം നടന്നിട്ട് ഒരാളെ മാത്രം ബലിയാക്കി ബാക്കിയുള്ളവരെല്ലാം മിടുക്കരായി എങ്ങനെ പോകാൻ പറ്റുന്ന തോന്നുന്നത്. മാത്രമല്ല, ഈ സാധാരണ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ഇത് കുറ്റം കയ്യോടെ പിടിക്കപ്പെടുകയും അദ്ദേഹം ആ കുറ്റം സമ്മതിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോ നേരെ FIR ഇട്ട് കൂട്ടുപ്രതികളെയും കൂടെ അന്വേഷിച്ച് അവരെയും കൂടെ കേസിൽപ്പെടുത്തി നേരെ കോടതിയിലേക്ക് പോവുക ഇനിയിപ്പോ ചെയ്യാനുള്ളത്. അപ്പോ FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൽ മാത്രം നിൽക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ അനധികൃത നിയമനങ്ങളൊക്കെ നടക്കുമ്പോൾ എവിടെ നിന്നൊക്കെ ആരൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് അതൊക്കെ വരും. അപ്പൊ അത്തരം ആളുകളെയൊക്കെ പ്രതിയാക്കേണ്ടതാണെങ്കിൽ അനധികൃത നിയമനത്തിന് കൂട്ടുനിന്നിട്ടുള്ളവരെയൊക്കെ പ്രതിയാക്കേണ്ടി വരും. ഇപ്പോൾ ഒക്കെ നടക്കുന്ന പോലെ ഇപ്പോൾ അദ്ദേഹം മിനിസ്റ്ററും അല്ല. അപ്പൊ അത് കാരണം ഇപ്പൊ K ബാബുവിനെ പോലെ അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷന്റെയും ആവശ്യമില്ലാത്തത് കൊണ്ട് വിജിലൻസിന് സത്യസന്ധമായിട്ടാണ് എങ്കിൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. ഈ നിയമനങ്ങൾക്കും വല്ല സാമ്പത്തികമായിട്ടുള്ള വല്ല സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരുടെയും ഈ പുതിയ MDമാരായി വന്നിരിക്കുന്ന ആളുകളുടെ ബാങ്ക് ഇത് ഇവരുടെ ഈ ആശ്രിത നിയമനം മാത്രമല്ല മറ്റുള്ളത് മുഴുവൻ പരിശോധിക്കേണ്ടി വരുമല്ലോ. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, ബാങ്ക് ബാലൻസ് നോക്കേണ്ടി വരും. ഞാൻ ഒന്ന് ഇടപെടട്ടെ, ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടട്ടെ. കാരണം അങ്ങ് ഈ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ EP ജയരാജൻ ചെയ്ത തെറ്റ് എന്താണ്? EP ജയരാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പറയുകയും EP ജയരാജൻ തന്നെ പറയുകയും ചെയ്തതിനു ശേഷം പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം എന്താ? അല്ല, ആ കാര്യത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ശ്രീ ജോസഫ് വാഴക്കൻ, EP ജയരാജൻ അവരുടെ പാർട്ടി എടുത്തിട്ടുള്ള ഒരു ആദർശപരമായ നിലപാടിനകത്ത് നിന്ന് അല്പം വ്യതിചലിച്ചതായി സ്വയം മനസ്സിലാക്കിയതാണ് അവരുടെ ഭാഷയിലെ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വേദിയിൽ പറഞ്ഞത്. അത് പാർട്ടി പൊറുക്കാൻ ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ അതിനെ അനുവദിക്കുകയും ചെയ്തു. ഇത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, അതിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ ശ്രീ EP ജയരാജൻ ചെയ്ത തെറ്റ് എന്താണ്?
1,00,000-1,15,00,000 രൂപ സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്നും സംസ്ഥാനത്തിന്റെ എസ്തക്കളിൽ നിന്നും ശമ്പളമായി കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD സ്ഥാനത്തേക്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത എന്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ വെച്ച് ഞാൻ പോയി പോസ്റ്റ് ചെയ്യുന്നു. എല്ലാ അതിനുള്ള നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്, അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അവയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റിംഗ് നടത്തിയത്. ആ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനത്തിന് വിരുദ്ധമാണ് അത് എന്നുള്ളത് കൊണ്ടും ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് അഴിമതിയുടെ നിർവചനത്തിൽ പെടുന്നതായതുകൊണ്ടും വളരെ കൃത്യമായി അത് ആണ് എന്നുള്ളതിനാൽ നമുക്ക് ആ സ്ഥാനത്ത് തുടരാനാവില്ല. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, സ്വജനപക്ഷപാതം, ഇങ്ങനെ അഴിമതി നടത്തി, ഈ രണ്ട് കാര്യങ്ങൾ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും പറഞ്ഞാൽ മതിയോ ഒരു മന്ത്രിക്ക് രാജിവെക്കാൻ? ആരെങ്കിലും പറഞ്ഞിരിക്കുന്നതല്ലോ. കാരണം അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു, അത് ഉത്തരവിറക്കി. ആ ഉത്തരവിനകത്ത് കൃത്യമായിട്ട് ഇനിയാളെ പോസ്റ്റ് ചെയ്തതായിട്ടുണ്ട്. ആ വ്യക്തിയുടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്വാളിഫിക്കേഷന് അതില്ല എന്നുള്ളതും കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ്. ആ ക്ലിയർ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ജോസഫ് വാഴക്കൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ജോസഫ് വാഴക്കനോ എനിക്കോ ബോധ്യപ്പെട്ടാൽ മതിയോ? അതിൻ്റെ പരാതി കൊടുത്ത സ്ഥലത്ത് അന്വേഷണം നടത്തി അവർ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്ത് മേൽ നടപടികളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകണ്ടേ? അങ്ങനെയൊന്നും എത്തിയില്ലല്ലോ എന്നതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ അദ്ദേഹം രാജിവെക്കാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ആര് കണ്ടെത്തി? അത് പാർട്ടിയല്ലേ കണ്ടെത്തിയത്. പാർട്ടിയില് നിങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മാത്രമല്ല, ഇത് വിജിലൻസിൽ കൊടുത്തു. വിജിലൻസ് അത് കേസെടുക്കാൻ നിർബന്ധിതമായപ്പോഴേക്കും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. പാർട്ടി അപ്പോൾ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തെ ശരി, ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞ അതും മനസ്സിലായി. അതായത് ഒരു പരാതി ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പരാതി ആ ഉന്നയിച്ച ആളുടെ പാർട്ടിക്ക് നൽകി കഴിഞ്ഞാൽ അത് വിജിലൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കേസെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിയായിരിക്കുന്ന ആൾ രാജിവെക്കണം. ഇതാണല്ലോ ജോസഫ് വാഴക്കൻ്റെ തിയറി. അതല്ല, ഞാൻ രാജിവെക്കണം എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിന്റെ പേരിൽ നടപടിക്ക് വിധേയമാകേണ്ടതാണ്. അവരെല്ലാവരും കുറ്റകരമായ തെറ്റാണ്. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, അതിനൊക്കെ ഇനി അന്വേഷിച്ച് നടന്ന് മുന്നോട്ട് പോകണമല്ലോ. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ EP ജയരാജൻ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് കാരണമായി ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പരാതി ഉണ്ടായി, ഈ പരാതി വിജിലൻസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു, പാർട്ടിക്കും പരാതി കൊടുത്തു, പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും മതിയോ ഒരു മന്ത്രി രാജിവെക്കാൻ? ആവശ്യത്തിൽ കൂടുതലാണ്. സ്വയം കുറ്റമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പിന്നെ ചോദിക്കേണ്ട കാര്യം എന്താ? ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീ ജോസഫ് വാഴക്കൻ, എന്റെ ചോദ്യം അങ്ങേക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുൻകാലങ്ങളിൽ അങ്ങയുടെ പാർട്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എത്ര മന്ത്രിമാർ ഈ ഘട്ടത്തിൽ രാജിവെച്ചു? ഒരാളും കുറ്റമേറ്റിട്ടില്ല, ഈ നിമിഷം വരെ ഏറ്റിട്ടില്ല. ശ്രീ EP ജയരാജൻ എവിടെ കുറ്റമേറ്റു, എന്ത് കുറ്റമേറ്റു, അതും കൂടി പറയൂ. നിങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കുറ്റം അദ്ദേഹം ഏറ്റു പറഞ്ഞിരിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ വിജിലൻസിന്റെ നിയമപരിധിക്കകത്തോ സംസ്ഥാനത്തെ ഏതെങ്കിലും നിയമത്തിനകത്ത് നിന്നുകൊണ്ടോ ഉള്ളൊരു തെറ്റ് ചെയ്തു എന്നല്ല EP ജയരാജൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടിൽ ബന്ധുക്കളെ നിയമിക്കുന്ന കാര്യത്തിൽ എടുക്കേണ്ട ചില ജാഗ്രത നടത്തിയിട്ടില്ല EP ജയരാജനെ പോലെ ഒരു സീനിയർ നേതാവ്. അതൊരു ജാഗ്രത കുറവ് എന്നൊരു തെറ്റ് അദ്ദേഹം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഉന്നതമായ വേദിയിൽ ഏറ്റുപറഞ്ഞതാണോ ഒരു മന്ത്രി രാജിവെക്കാനായി അങ്ങ് പറയുന്ന കാര്യം? അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ഏറ്റുപറച്ചിലുകളൊക്കെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളൊക്കെ നടന്നപ്പോൾ തന്നെ ഇതിനേക്കാൾ അപ്പുറമുള്ള കുറ്റങ്ങൾ ഉണ്ടായപ്പോൾ എത്ര പേർ രാജിവെച്ചു? ഇത് അബദ്ധത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലാലിട്ടുണ്ട് ഈ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ കൃത്യമായി എന്താണ് കുറ്റം, അല്ലാതെ ജാഗ്രത കുറവെന്നല്ല പറഞ്ഞത്. ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തിന്റെ ഫുൾ ടെസ്റ്റ് എടുക്കാം. ബന്ധു നിയമനം, സ്വന്തം ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ നിയമിച്ചുകൊണ്ട് ഞാൻ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന്
തുറന്നു പറയുകയും എന്നെ അതിന്റെ ശ്രീ ജോസഫ് വാഴക്കൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബന്ധുക്കളെ ആദ്യമായിട്ടല്ല ഏതെങ്കിലും മന്ത്രിമാർ നിയമിക്കുന്നത്. മുൻപ് ബന്ധുക്കളെ നിയമിച്ചപ്പോൾ അതൊരു കുറ്റമായി ഒരു പാർട്ടിയിലും ആരും ഏറ്റുപറഞ്ഞില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൽ ഒരു നിലപാട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിരുന്നപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളതാണ്. ആ മാനദണ്ഡം ജനങ്ങളുടെ മുമ്പാകെ വെച്ചതാണ്. ഈ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ബന്ധുക്കളെ നിയമിക്കുന്ന കാര്യത്തിൽ ജാഗ്രത വേണം എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ജാഗ്രത കുറവുണ്ടായി എന്നതാണ് തെറ്റ്. ലാലെ, ഒരു കാര്യം ഞാൻ പറയാം. ബന്ധുവിനെ നിയമിക്കുന്നതല്ല തെറ്റ്. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ വഴിയെ നടക്കുന്ന ഒരാളെ പിടിച്ച് 1 ലക്ഷം രൂപ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റിൽ നിയമിക്കരുത്. അത് ഈ ക്വാളിഫിക്കേഷൻ വേണം. റിയാബിന് ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ച് അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ ഒരു ഇന്റർവ്യൂ നടത്തി ആളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിയമിക്കും. ശരി, ആ കാര്യവും ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞതിനെ ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണോ ഈ നിയമനം നടത്തിയത് എന്ന് അന്വേഷിക്കേണ്ട അന്വേഷണ ഘട്ടങ്ങൾ ഇതാ വരുന്നതേ ഉള്ളൂ. വിജിലൻസ് അത് അന്വേഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരാണോ അതിനകത്ത് ഇടപെട്ടത്, അതോ മന്ത്രിക്ക് നേരിട്ട് ഇടപാടുണ്ടായിരുന്നോ? ഈ കാര്യങ്ങൾ അന്വേഷിച്ച് വിജിലൻസ് കണ്ടെത്തിയതിന് ശേഷം റിപ്പോർട്ട് കൊടുത്ത് കോടതിയിലെത്തി FIR ഇടണമെങ്കിൽ ഇട്ടതിന് ശേഷം പോലും രാജിവെക്കാത്ത ആളുകൾ ഉള്ള നാട്ടിലാണ് എന്റെ ചോദ്യം വരുന്നത്. ഈ FIR ഇടുന്ന എന്തിനാണെന്നറിയാവോ? പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെങ്കിൽ FIR ഇടാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ശ്രീ KM മാണിയുടെ കാര്യത്തിലാണെങ്കിലും കെ ബാബുവിന്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്റ്റായി ഈ കൈക്കൂലി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആളല്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിലിന്റെ ബാർ അസോസിയേഷന്റെ യോഗത്തിൽ ബാർ ഹോട്ടലുകാരുടെ യോഗത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞു. മന്ത്രി അത് നിഷേധിച്ചപ്പോഴാണ് അതിന് ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ടി വന്നത്. അത് വെരിഫിക്കേഷനകത്തും ഈ കോൺട്രാക്ടർമാർ വന്ന് മറുപടി പറയാതിരുന്നത് കൊണ്ടാണ് FIR ഇട്ടത്. ഇവിടെ അതല്ല. ഇവിടെ കൃത്യമായി റിയാബിന്റെ ഈ നോട്ട് അവര് ഈ നിബന്ധനകള് എല്ലാം പുറത്തുവിട്ടിട്ടുള്ള കാര്യമാണ്. ജോസഫ് വാഴക്കൻ, ഈ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ കേസുകളിലും ഉണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താം. ആ നിഗമനം മാത്രമാണ് ജോസഫ് വാഴക്കൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടതില്ലല്ലോ, അത് തെളിയിച്ചതാണല്ലോ UDFന്റെ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ ഭരണകാലഘട്ടത്തിൽ അതുപോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതു മുന്നണി ഒരു തീരുമാനമെടുത്ത് രാജി ആ മന്ത്രിയെ കൊണ്ട് നടത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് വ്യത്യാസം. ആ വ്യത്യാസം എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അത് ലാലിന് മാത്രമേ വ്യത്യാസം തോന്നുന്നു. ലാലെ, ഇത് ശ്രീ EP ജയരാജൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ മുഴുവൻ പ്രതി എന്ന് ഞാൻ പറയില്ല. EP ജയരാജന് ഈ ബന്ധുക്കളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് കയ്യിൽ കിട്ടുന്നത് EP ജയരാജന്റെ അടുത്ത് ഈ ബന്ധുക്കളായിട്ടുള്ള ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളായിട്ടുള്ള ഈ നേതാക്കന്മാർ അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും പേര് എഴുതി കൊടുത്തതിന്റെ പേരിലല്ലേ അദ്ദേഹം അത് ചെയ്യാൻ നിർബന്ധിതനായത്? ശ്രീ ജോസഫ് വാഴക്കനാണ് ഇതെല്ലാം പറയുന്നത്. അതാണ് കുഴപ്പം. എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ജോസഫ് വാഴക്കൻ പറഞ്ഞാൽ മതിയോ? ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ മതിയോ? ശ്രീ VM സുധീരൻ പറഞ്ഞാൽ മതിയോ? അന്വേഷണ ഘട്ടങ്ങളിൽ തെളിവ് നിരത്തി. അതാണല്ലോ ബാർക്കോഴയുടെ കാര്യത്തിൽ അങ്ങ് പറയുന്നത്. ആരോ എവിടെയോ ഇരുന്ന് ആരോടോ പറഞ്ഞു എന്നൊക്കെ. തെളിവ് എവിടെയെന്നല്ലേ ചോദിക്കുന്നത്. സരിതയുടെ കാര്യത്തിലും അതാണല്ലോ ചോദിച്ചത്. അതല്ലെങ്കിൽ മറ്റ് കേസുകൾ വന്നപ്പോഴും ഇതാണല്ലോ ചോദിച്ചത്. അല്ലാതെ സരിതയുടെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ രാജിവെക്കാതെ അവസാനം വരെ ഇരുന്നത് എല്ലാവരും. അതിന്റെ ഇല്ലെന്നേ. സരിത എന്ന് പറഞ്ഞത് തട്ടിപ്പുകാരത്ത് ഇറങ്ങി നാട്ടിലുള്ള ആളുകളെ പറ്റിച്ച് രാജു മേടിച്ചുകൊണ്ട് പോകും. അതിപ്പോഴും തട്ടിപ്പുകാരി ശരി, പക്ഷെ അത്തരത്തിലൊരു കേസ് ഇപ്പോൾ ഈ മുന്നണിയുടെ ഗവൺമെന്റിന്റെ പേരിലുള്ള ആരുടെയെങ്കിലും പേരിൽ വന്നാൽ ഇപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, അവർ ആ സ്ഥാനത്ത് തുടരില്ല എന്ന്. ശ്രീ ജോസഫ് വാഴക്കൻ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ കൂടി ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതെല്ലാം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ കേട്ടു. എനിക്ക് ശിവൻ മഠത്തിനോടുള്ള ചോദ്യം, എന്താണ് LDF സർക്കാർ എടുത്ത നിലപാടിൽ ഉള്ള വ്യത്യാസം എന്നുള്ളത് ശ്രീ ശിവൻ മഠത്തിൽ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അല്ല, ഞാൻ ചർച്ച കണ്ടപ്പോൾ ഡോക്ടർ ലാലും എൻ്റെ പ്രിയ സുഹൃത്ത് ജോസഫ് വാഴക്കനും തമ്മിൽ ഈ ചോദ്യോത്തര വേള പോലെ നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയേ. ജോസഫ് വാഴക്കൻ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമന്വയ നേതാവ്. ലാൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ചർച്ച എങ്ങോട്ട് പോകും? അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു സമീപനത്തോട് എനിക്ക് യോജിപ്പില്ല. ജോസഫ് വാഴക്കൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഉറച്ചു നിൽക്കും. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ച എന്ന് പറയുന്നത് ഒരു
ഒരു സമഗ്ര ദർശനത്തോടു കൂടിയുള്ള ഒരു ചർച്ച ആയാലല്ലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സംവാദത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ ആ നിലപാട് തന്നെ വ്യക്തമാക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഉത്തരവ് എന്ന് പറയുന്നത് താങ്കൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഈ കാണുന്നവർക്ക് ആർക്കുമില്ല. അപ്പോൾ അതുപോട്ടെ, അത് എന്തായാലും വളരെ ആ ചർച്ചയുടെ ഒരു സജീവത നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് എനിക്കൊരു ആശങ്ക. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഈ എല്ലാ കാലത്തും ഈ നമ്മളിപ്പോൾ അധികാരത്തിലിരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത നിലപാടിനെ നമ്മൾ ഇപ്പം വിലയിരുത്തുന്നതിന് മുമ്പ് അല്പം പുറകോട്ട് നമുക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചൊരു അനാലിസിസ് നടത്താം. കേരള സംസ്ഥാന രൂപീകരണം വന്നതിന് ശേഷം വന്ന എല്ലാ സർക്കാരിൻ്റെ കാലത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത്തരം കോടതികളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അങ്ങനെ സർക്കാരിൻ്റെയോ സർക്കാരിതര സ്ഥാപനങ്ങളിലോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിർണായകമായ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പരിഗണന, ബന്ധു പരിഗണന, സുഹൃത്ത് പരിഗണന, 3 രീതിയിൽ, പിന്നെ സാമ്പത്തിക പരിഗണന ഞാനിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയം കടന്നുപോയിട്ടുള്ളത്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ അല്പം അഭിമാനവും തോന്നിയ കാര്യം, ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്ന സമയത്ത് ആ ആരോപണത്തിൽ ആദ്യമായി പ്രതികരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിനോട് അദ്ദേഹം പൊതുപരിപാടി പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഈ ആരോപണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യം വളരെ പ്രധാനം. ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ശ്രദ്ധയിൽ വന്നാൽ അത് പരിശോധിച്ചിട്ട് വേണ്ട നടപടിയെടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഈ സ്ഥാനങ്ങളിലേക്ക് വരേണ്ടവർ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ അതിനുള്ള അർഹതയും യോഗ്യതയും ഉള്ള ആളുകളായിരിക്കേണ്ടതാണ് എന്നൊരു സൂചനയും അദ്ദേഹം നൽകി. തുടർന്ന് അങ്ങോട്ടുണ്ടായ സംഭവങ്ങൾ നമ്മളതിൻ്റെ രാഷ്ട്രീയ ചുവകളും പരസ്പരമായ ചെളിവാരി വെച്ചാൽ തുടർന്ന് അങ്ങോട്ടുണ്ടായ നടപടികളും ഒക്കെ തന്നെ രാഷ്ട്രീയ നമ്മുടെ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ, വേണമെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ തന്നെ വിലയിരുത്താം, ഇത്തരം നിയമനങ്ങൾ അത് ശ്രീ E.P. ജയരാജനെ മാത്രം നമ്മൾ തിരഞ്ഞുപിടിച്ച് നമ്മൾ അദ്ദേഹത്തെ കുറ്റാരോപിതനാക്കി അദ്ദേഹം മോശപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനായെന്നൊരു വിലയിരുത്തൽ നടത്തിയാൽ അർത്ഥമില്ല. മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാരായി അധികാരത്തിൽ വരുമ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാലത്തും നടന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ജോസഫ് വാഴക്കന് അതിന് UDF കാലത്തൊന്നും നടന്നിട്ടില്ല എന്ന് വാദിക്കാൻ പറ്റില്ല, അപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ അതിന് നടപടിക്രമങ്ങളിലൂടെ തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് അതിനെ വിലയിരുത്തി അപാകതകൾ സംഭവിച്ചു, യോഗ്യരായ ആളുകൾ ആ സ്ഥാനത്ത് വരുന്നതിന് പകരം ചില ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ E.P. ജയരാജന് വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചിലർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ എന്തോ ചില സ്വാധീനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പരിഗണനയോ വെച്ചുകൊണ്ട് നടത്തിയെന്ന പ്രാഥമിക വിലയിരുത്തൽ വന്നപ്പോൾ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അതിലിടപെടുന്നു, പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങൾ ഇടപെടുന്നു, അതിന് തിരുത്തലുകൾ വേണമെന്നുള്ള നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ച് ശ്രീ ജയരാജൻ അദ്ദേഹം രാജി കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ തലങ്ങളിൽ നിന്ന് മാറ്റി അതൊരു സതുദ്ദേശപരമായ ഒരു തീരുമാനമാണെന്നും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഈ സ്വജനപക്ഷപാതവും താല്പര്യങ്ങളുമില്ലാതെ സംയുക്തമായ ആ പബ്ലിക് സർവൻ്റ് എന്ന നിലയിൽ ഒരു പൊതുസേവകൻ എന്ന നിലയിൽ ആ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ പവിത്രമായ സ്ഥാനത്തിരിക്കുന്നു എന്ന ബോധം ഭരണഘടനാപരമായി എടുത്ത പിന്നെ സത്യപ്രതിജ്ഞ അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരോപിതനായ ആൾ മാറി നിൽക്കുകയും അന്വേഷണത്തെ നേരിടുകയും അതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങാനും അല്ല എങ്കിൽ അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ FIR ഇടുന്നു, അല്ലെങ്കിൽ വിജിലൻസിൻ്റെ പ്രാഥമിക ദുരിതാന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, FIR ഇടാനുള്ള സാധ്യതയുണ്ട്, വിജിലൻസ് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ശ്രീ ജയരാജൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പണം മേടിച്ചുവെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു താല്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സംഭവിച്ചത് ചില നടപടിക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പാലിക്കാതെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ചില ബന്ധുക്കളെ ചില സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടപടിയെടുത്തു. അതൊരു പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി ആണെന്ന് ഞാൻ കാണുന്നില്ല. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചു, കേരളീയ സമൂഹത്തോട് അത് പറഞ്ഞു, പാർട്ടി അത് അംഗീകരിച്ചു, അദ്ദേഹം രാജിവെച്ചു. ഇതൊരു മാതൃകയാണ്. ഈ മാതൃക മറ്റുള്ള ആളുകളും LDF ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇതൊരു മാതൃകയാക്കി കാണണം. സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ഭരണം കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു കാൽവെപ്പായിട്ട് ഞാൻ ഇതിനെ വിലയിരുത്തുകയാണ്. അല്ല അതിൽ ഞാൻ രാഷ്ട്രീയം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, UDF കാലത്ത് ഇങ്ങനെ LDF കാലത്ത് ഇങ്ങനെ അങ്ങനെ ഒരു വിഴപ്പിലക്കിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള തുടക്കങ്ങൾ വേണം.
ഈ തുടക്കങ്ങൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ജോസഫ് വാഴക്കിന് അഭിമാനത്തോടു കൂടെ ഈ ചർച്ചയിൽ അത് ഉയർത്തിപ്പിടിക്കാമായിരുന്നു. അതുകൊണ്ട് ശ്രീ ലാലിൻ്റെ ചോദ്യങ്ങൾ ശ്രീ ജോസഫ് വാഴക്കിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ. ബാബുവിനെതിരെ, കെ എം മാണിക്കെതിരെ, പിന്നെ നമ്മുടെ റവന്യൂ മന്ത്രിയായിരുന്നിട്ടുള്ള അടൂർ പ്രകാശിനെതിരെ എത്രയോ ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്ന് കേരളീയ സമൂഹം അത് മനസ്സിലാക്കി അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രധാന കാരണം അഴിമതി തന്നെയായിരുന്നു, സ്വജനപക്ഷപാതവും തന്നെയായിരുന്നു. അതിന് എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് അംഗീകരിക്കാൻ ശ്രീ ജോസഫ് വാഴക്കൻ തുറന്ന മനസ്സോടുകൂടെ, കാരണം നമുക്ക് ശുദ്ധീകരണം വേണം രാഷ്ട്രീയത്തിൽ. ജയരാജൻ രാജിയെ കാണുകയാണ്. റഹീം, എന്ത് സന്ദേശമാണ് EP ജയരാജന്റെ രാജിയിലൂടെ ഇടത് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്? ഇത് ഇടത് സർക്കാർ എടുക്കുന്ന സമീപനം, അതോടൊപ്പം തന്നെ സഖാവ് EP ജയരാജൻ അദ്ദേഹം കാണിച്ച ഔന്നത്യം, ഇതെല്ലാം തന്നെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ദൂരം വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയാണ്. ശ്രീ ലാൽ, അങ്ങെല്ലാം കുറേ കാലമായി രാഷ്ട്രീയ രംഗം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നയാളാണ്. ശ്രീ ശിവൻ മഠത്തിൽ ഇവിടെയുണ്ട്. ഞാൻ എല്ലാവരോടുമായി ചോദിക്കുന്നു, എത്രയോ കാലമായി ഇതുപോലൊരു വാർത്ത ഈ കേരളം കേട്ടിട്ട്? അഴിമതിക്കെതിരായിട്ട്, സ്വജനപക്ഷപാതം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കുമെതിരെ ഒരു ജനാധിപത്യ സംവിധാനത്തോട് തന്നെ ജനങ്ങൾക്കാകെ ഒരു വെറുപ്പ് തോന്നിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഴിമതിക്കെതിരെ ജനങ്ങൾ നൽകിയ ആ മാൻഡേറ്റിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമായിരുന്നു. ആ നിലയ്ക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എക്കാലവും, ഈ ഗവൺമെൻറ് കാലം മാത്രമല്ല, കഴിഞ്ഞ VS ഗവൺമെൻറ് കാലവും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അഴിമതിക്കെതിരായി മൊത്തത്തിൽ വളരെ ശക്തമായൊരു നിലപാടുകളെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അഴിമതിയെന്നും രാജിയെന്നും എല്ലാം പറയുമ്പോൾ കഴിഞ്ഞ UDFൻ്റെ കാലത്ത്, ശ്രീ ടി സിദ്ദീഖിൻ്റെ കാലത്ത് ഉണ്ടായ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളും ഉയർന്നു വന്ന ആരോപണങ്ങളെയും ഇതിനെയും തമ്മിൽ ദയവ് ചെയ്ത് തുലനം ചെയ്യരുത്. എത്രയോ ഭീകരമായ പ്രശ്നങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. ആ ഉയർന്നു വന്ന സംഭവങ്ങളും ഇതും തമ്മിൽ ഒരിക്കലും തുലനം ആഗ്രഹിക്കുന്ന കാര്യമല്ല, അർഹിക്കുന്ന കാര്യവുമല്ല. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, ശ്രീ ശിവൻ മഠത്തിൽ നിരീക്ഷിച്ചതുപോലെ ഒരു നോട്ടക്കുറവിൻ്റെ ഒരു ചെറിയ വീഴ്ച അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ പോലും അധാർമികതയുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിയമത്തിൻ്റെയും ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് കണ്ടപ്പോൾ ആ രാജിക്ക് താൻ സന്നദ്ധത അറിയിക്കുന്നതിന് സഖാവ് EPക്കോ രാജിവെക്കണം എന്ന് പറയുന്നതിന് ഈ പാർട്ടിക്കോ അത് സ്വീകരിക്കുന്നതിന് ഈ പാർട്ടിക്കോ ഒന്നും തന്നെ, അതാണ് ഈ പാർട്ടി. CPMനല്ലാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ ഇത്തരത്തിൽ ഒരു സംശുദ്ധമായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ, തെളിമയാർന്ന നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ വേറെ എവിടെയാണ് സാധിക്കുന്നത്? അങ്ങനൊരു അനുഭവം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത്, രണ്ടാം UPA ഗവൺമെൻറ് കാലത്ത് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, അതിൻ്റെ ഫലമായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്ന് എല്ലാവരും അംഗീകരിക്കും. ആ അഴിമതിയുടെ ഏതെങ്കിലും ഒരു അഴിമതിക്കാലത്ത് ഈ ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ UDFൻ്റെ കാലത്ത് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ KPCCക്ക് കഴിഞ്ഞോ? എങ്ങും കഴിഞ്ഞില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM എങ്ങനെയാണ് രാഷ്ട്രീയമായി വ്യത്യസ്തത പുലർത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ നീക്കം. ഈ സംഭവം, അതായത് കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ശീലങ്ങൾ ആണ് നിങ്ങളെ കൊണ്ട് ഇത്ര പെട്ടെന്ന് EP ജയരാജനെ കൊണ്ട് രാജി വെപ്പിക്കാനോ, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിക്ക് വന്നപ്പോൾ അനുവദിച്ചു കൊടുക്കുന്നതിനോ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഇതാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ കഴിഞ്ഞ VS ഗവൺമെൻറ് കാലത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒരാളായിരുന്നു ശ്രീ PJ ജോസഫ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു. ഞങ്ങളത് പറഞ്ഞില്ല, ആരോപണം വരട്ടെ, അന്വേഷണം നടക്കുന്നേയുള്ളൂ, മനസാക്ഷിയുടെ കോടതി എന്നൊന്നും പറയാൻ പോയില്ല. വളരെ കൃത്യമായ നിലപാടെടുത്തു, രാജി സ്വീകരിച്ചു. അദ്ദേഹം പോയി TU കുരുവിള വന്നു. TU കുരുവിളക്കെതിരെ ആരോപണം ഉയർന്നു വന്നു. രാജി ആവശ്യപ്പെടാൻ അന്ന് LDFന് എത്ര സമയമാണ് വേണ്ടി വന്നത്? മിനിറ്റുകളുടെ ദൈർഘ്യം മാത്രമായിരുന്നു വേണ്ടി വന്നത്. ഇപ്പോൾ ഈ ഉയർന്നു വന്ന സംഭവത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? അതിനോട് കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്യല്ലേ ചെയ്തത്. ഉയർന്നു വന്ന കാര്യങ്ങൾ പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ച് കൂട്ടായ നിലപാട് സ്വീകരിക്കും. ആ നിലപാട് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇതുവരെയുള്ള ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കീഴ്വഴക്കങ്ങളെ പൂർണ്ണമായി മാറ്റുന്നതിനാവശ്യമായ നിയമനിർമ്മാണത്തിലേക്ക് ഈ സർക്കാർ ചുവടുവയ്ക്കുന്നു. അതിനുശേഷം ചേർന്ന ആദ്യത്തെ പാർട്ടി യോഗത്തിന് ശേഷം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് പാർട്ടി യോഗം വിശദീകരിച്ചുകൊണ്ട്, പാർട്ടിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സഖാവ് കോടിയേരി അത് വളരെ കൃത്യമായി അവതരിപ്പിച്ചു. ഇതല്ലേ പാർട്ടിയുടെ നിലപാട്? ഇത്തരത്തിലൊരു പാർട്ടി KPCCക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? എനിക്ക് ഉറപ്പുണ്ട് ശ്രീ ടി സിദ്ദീഖെല്ലാം അസൂയയോടുകൂടി ഞങ്ങളെ നോക്കി കാണുന്നുണ്ട്. ശ്രീ ടി സിദ്ദീഖ്, ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ ഒരു രീതി, ഈ രാജി വയ്ക്കാനായി ഒരു മന്ത്രി
അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഉന്നത സമിതിയിൽ പറഞ്ഞപ്പോൾ ആ രാജിക്കത്ത് വാങ്ങി പോക്കറ്റിലിട്ട് അടുത്ത കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കുകയല്ല ചെയ്തത്. ആ ശീലമല്ല നമ്മൾ കണ്ടത്. അത് ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല. അന്വേഷണം കഴിയട്ടെ എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് രാജിവെക്കാൻ അനുവദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ത് തോന്നുന്നു ടി സിദ്ദിഖ്, ഈ ഒരു വ്യത്യാസം താങ്കൾക്കും അനുഭവപ്പെടുന്നുണ്ടോ? ഒന്ന്, 4 മാസം പ്രായമായ LDF സർക്കാരിൽ നിന്ന് താൻ അഴിമതി ചെയ്തു, കുറ്റം ചെയ്തു എന്ന് തൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ ഒരു മന്ത്രി പറയുകയും അതിനെ തുടർന്ന് ആ മന്ത്രിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി 4 മാസക്കാലത്തിനിടക്ക് അഴിമതി ചെയ്തതിൻ്റെ പേരിൽ ബഹുജന പ്രക്ഷോഭവും കോടതി നടപടികളും പ്രതിപക്ഷത്തിൻ്റെ പരാതികളും ഇതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും തുടരാൻ പറ്റാത്തതായിട്ടുള്ള പത്മവ്യൂഹത്തിൽപ്പെട്ട് രാജിവെക്കുകയല്ലാതെ മറ്റൊരു ഗതിയും തൻ്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് രാജിവെച്ച് പോകേണ്ടതായിരിക്കുന്ന ഒരു ഗതികേട് ഈ മന്ത്രിസഭയ്ക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. 2, CPIM-ൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. CPIM-ന് മാത്രമേ ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ പാർട്ടി തലത്തിൽ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ വെച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുന്നു, ഇത്രയധികം സ്വജനപക്ഷപാതവും കറപ്ഷനും അധികാരത്തിൽ വന്ന് 4 മാസക്കാലത്തിനിടക്ക് ചെയ്യാൻ CPIM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കല്ലാതെ കേരള ചരിത്രത്തിലെ ഒരു സംഘടനാ നേതാവിനും രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭംഗ്യന്തരയുള്ളതായിരിക്കുന്ന അഡ്മിഷൻ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെ വേറൊരു കാര്യം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കോടതിയുടെ നിരീക്ഷണം വരാൻ വേണ്ടി പോകുന്നു, കോടതിയുടെ നടപടികളിലേക്ക് കോടതി കടക്കുന്നു, FIR ഇടേണ്ടി വരും, തർക്കമില്ല. ക്ലിയർ കട്ട് കേസാണ്. ക്ലിയർ കട്ട് കേസെന്ന് പറഞ്ഞാൽ സ്വജനപക്ഷപാതം, അധികാര ദുർവിനിയോഗം നടത്തി, പരീക്ഷ എഴുതാതെ, ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാതെ, അപേക്ഷ കൊടുക്കാതെ, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തതായിട്ടുള്ള തൻ്റെ ബന്ധുക്കൾക്ക് നിയമനം നൽകി എന്നുള്ളതായ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കറപ്ഷൻ കേസാണ് ശ്രീ ജയരാജൻ. ഇത് പറയുന്നത് കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത്. ടി സിദ്ദിഖ്, ഇന്നത്തെ ട്രോളിനുള്ള വക ടി സിദ്ദിഖ് മനഃപൂർവ്വം പറയുന്നതാണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഞാൻ റഹീമിലേക്ക് വരാം. അതിനു മുമ്പ് ടി സിദ്ദിഖ് ഒറ്റ കാര്യം മാത്രം. ടി സിദ്ദിഖ് ഇപ്പോ പറഞ്ഞത്, അതായത് സ്വജനപക്ഷപാതം, ഈ നിയമനം അനധികൃതമായി നടത്തി, അതിൻ്റെ പേരിലുള്ള ആരോപണം വന്നിരിക്കുന്നു, കേസ് ഇടേണ്ടി വരുന്നു, FIR ഇടേണ്ടി വരും, കോടതിയിലേക്ക് പോകേണ്ടി വരും, രാജിവെക്കാതെ യാതൊരു മറ്റൊരു വഴിയും ഇല്ല എന്നുള്ളതാണ്. ഇത്രയും മതിയോ ഒരു മന്ത്രിക്കൊക്കെ രാജിവെക്കാൻ? 5 വർഷമായി ഞാൻ സിദ്ദിഖുമായിട്ട് അടിയായിരുന്നു ഈ ബ്യൂറോയിൽ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട്. സിദ്ദിഖ് ഇതൊന്നും സമ്മതിച്ചു തന്നില്ല. ഞാൻ ഇതിനേക്കാളും വലിയ ഭീകരമായ പ്രശ്നങ്ങളാണ് സിദ്ദിഖിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ ലാലിന് എന്താണ് അറിയേണ്ടത്? ലാല് ചോദിച്ചു, അതായത് ഒരു മന്ത്രി രാജിവെക്കണമെങ്കിൽ ഇപ്പൊ സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മതിയോ എന്നുള്ളതാണ്. ആരെങ്കിലും ആരോപണം പറയുക, വിജിലൻസ് ചിന്തിക്കുക, ഭാവിയിൽ ഒരു കേസ് ഉണ്ടാക്കേണ്ടി വരും, ക്ലിയർ കട്ട് കേസായിരിക്കുമെന്ന് അവരുടെ മനസ്സിൽ തോന്നുക, അത് പിന്നെ FIR ആയേക്കും എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുക. ഇത്രയും മതിയോ ഒരു മന്ത്രിക്ക് രാജിവെക്കാൻ? അല്ല, ഇതിൽ പരം എന്താണ് വേണ്ടത്? ഇതാണ് ചിരി വന്നത്. ടി സിദ്ദിഖ്, ഇതാണ് ഞാൻ ടി സിദ്ദിഖിനോട് ഈ 2014 മുതൽ ചോദിച്ചുകൊണ്ടിരുന്നത്. ശ്രീ KM മാണിയുടെ കാര്യത്തിലും പിന്നീട് K ബാബുവിന്റെ കാര്യത്തിലും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ടി സിദ്ദിഖ് എന്ത് പൊടിയാണ് പൊടിച്ചത്? ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ മുഴുവൻ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ പറയൂ. അല്ല, അങ്ങ് പറയൂ. അങ്ങ് പറയൂ, കേൾക്കാം. ആരോടെ? എന്നോടാണോ ചോദ്യം? അതെ, ടി സിദ്ദിഖ് പറയൂ. ഒന്ന്, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD-മാരായിട്ടുള്ള നിയമനം, അതിന് റിഹാബിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. റിഹാബ് അതിന് മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇൻ്റർവ്യൂ പോലും അപ്പിയർ ചെയ്യാത്ത തൻ്റെ സ്വന്തക്കാരന് നിയമനം കൊടുക്കാൻ
ഇതിനേക്കാൾ വലിയതായിരിക്കുന്ന ഒരു കറപ്ഷനും ഒരു കേസും കേരളത്തിൽ ഇത്രയധികം സ്വജനപക്ഷപാതം നടത്തിയ ഒരു മന്ത്രി CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ EP ജയരാജനും ശ്രീമതി ടീച്ചറും അല്ലാതെ വേറെ ആരുമില്ല. അത് മാത്രമല്ല, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അഴിമതി ഇന്ന് വിജിലൻസ് കോടതി പരിശോധിച്ചു. നാളെ അതിന്റെ തീരുമാനങ്ങൾ നാളെ മറ്റന്നാളുമായിട്ട് വരാൻ പോകുന്നു. ആ തീരുമാനം വരുമ്പോ FIR ഇടേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ വിജിലൻസ് കോടതി പറഞ്ഞാലും അടുത്ത ഹൈക്കോടതിയിൽ പോയി അപ്പീൽ കൊടുത്ത് അതിന്റെ വിധി വരുന്നത് വരെ വേണമെങ്കിൽ രാജിക്കത്തൊക്കെ ശ്രീ പിണറായി വിജയന് പോക്കറ്റിലിട്ട് വെക്കാമായിരുന്നു. അതൊന്നും നടന്നില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ റഹീം. ഇതിനിടയ്ക്ക് എന്തോ താങ്കളുടെ സംശയത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീ റഹീം, ഇത് നേരത്തെ ജോസഫ് വാഴയ്ക്കനുണ്ടായ സംശയമാണ്. ശ്രീ T സിദ്ദീഖ്, അങ്ങ് കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. അന്ന് താങ്കൾ എന്തിനാണ് ഇറങ്ങിപ്പോയത്? എന്തിനു വേണ്ടിയിട്ടാണ് വാശി പിടിച്ചത്? ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ മുഴുവൻ പേരും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തിരുന്ന ആളുകൾ പോലും ഒളിച്ചോടിയപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ താങ്കളെന്ന വക്കീൽ ഇറങ്ങി. അത് ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ ഒരു കെട്ട് ഫയലുമായി കേരളത്തിലെ TV ചാനലുകൾ കയറി ഇറങ്ങി. ആ ഫയലുകൾ നിരത്തി അങ്ങ് എന്താണ് വാദിച്ചതെന്ന്? എന്താ വാദിച്ചത്? ഒരാൾക്കെതിരെ ഒരു FIR എടുത്താൽ അയാൾ പ്രതിയാകുമോ? ഒരാൾക്കെതിരെ കോടതിയിൽ ഒരു പരാമർശം വന്നു പോയാൽ അയാൾ കുറ്റക്കാരനാകുമോ? കോടതിയുടെ ട്രയലെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ വരണം എന്നൊക്കെയല്ലേ അങ്ങ് താങ്കൾ വാദിച്ചത്? അധിക നാളൊന്നും ആയില്ലല്ലോ ശ്രീ T സിദ്ദീഖേ. നിങ്ങളുടെ പാർട്ടിയിൽ അത് സാധിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വക്കാലത്തെടുക്കാനേ കഴിയൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലൊരു സാഹചര്യം നിങ്ങളുടെ പാർട്ടിയിലൊന്നും നടക്കോ? എന്തെങ്കിലും നടക്കോ? നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടിക്കൊരു ചരിത്രമുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ അധോഗതിയിലേക്ക് പെട്ടുപോയത്? മെഹബൂബ നഗറിൽ തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ ആ തീവണ്ടി അപകടത്തിന്റെ പേരിൽ രാജിവെച്ച മന്ത്രിമാർ നിങ്ങളുടെ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. നിങ്ങളുടെ കാലത്ത് സ്വജനപക്ഷപാതത്തിന്റെ കഥ പറയുന്നു. ഈ സ്വജനപക്ഷപാതം നിങ്ങൾ ഈ പറഞ്ഞല്ലോ, സഖാവ് EP-ക്കെതിരെ നിങ്ങൾ പോലും ഇപ്പോഴും 1 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കോ? ഇല്ലല്ലോ, ആർക്കുമില്ലല്ലോ. 1 രൂപയുടെ അഴിമതി ആരോപണമില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ നിങ്ങളുടെ കാലത്തതുപോലെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നടന്നിട്ടില്ല ഞങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയെ നോക്കി. ഏതെങ്കിലും ഒരു സ്ത്രീ മസ്കറ്റ് ഹോട്ടലിലെ ഏതെങ്കിലും മുറി ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുത്ത് പിടിച്ച് പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങയുടെ ഫയലൊക്കെ നോക്കണം. അങ്ങ് ആ ഫയൽ നിരത്തി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാകും. ഇത് CPIM-നെ സാധിക്കൂ, CPIM-ന്റെ നേതാക്കൾക്ക് ഇത് സാധിക്കൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഒരു മന്ത്രിസ്ഥാനം എന്നത് സഖാവ് EP-യെ പോലെ ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിൽ ഒരാളെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. അങ്ങനെ നിങ്ങൾ കരുതരുത്. അത് ഏതോ വലിയൊരു കനപ്പെട്ട അംഗീകാരവും കനപ്പെട്ട വിലമതിക്കുന്ന തറയിൽ വെക്കാൻ പറ്റാത്ത കിരീടവുമായി ചൂടി നടക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാര്. അങ്ങനെ കരുതരുത്. ഞാൻ തിരിച്ചു എനിക്ക് ശിവൻമഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവായി ക്ഷമിക്കുക അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ, 1 മിനിറ്റ് എനിക്ക് T സിദ്ദീഖിൽ നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. T സിദ്ദീഖ്, ഇപ്പോൾ റഹീം പറഞ്ഞതിന് ഒരു മറുപടി വേണം. അതിനു മുമ്പ് ഞാൻ താങ്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ വളരെ സീനിയറായ പല നേതാക്കളെയും ഈ ചർച്ചയിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു. കോൺഗ്രസിൻ്റെ നേതാക്കൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞ പലരും, ഇന്ന് മറ്റു ചാനലുകളൊന്നും നോക്കേണ്ടതാണ് ഈ നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന്. ശ്രീ ജയരാജൻ എന്തിനാണ് രാജിവെച്ചത്? അദ്ദേഹം രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. 1 രൂപയുടെ പോലും അഴിമതി അദ്ദേഹം നടത്തിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞത് അങ്ങയുടെ കൂടി പക്ഷത്തുള്ള കോൺഗ്രസ്സുകാരാണ്. T സിദ്ദീഖ്, താങ്കളോടാണ്. എന്നോടാണ് ചോദ്യം. ഞാൻ അതിന് ഒരു മറുപടി പറയാം. ഒന്ന് പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയോ എന്ന് ചോദിച്ചതായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇറങ്ങിപ്പോയതല്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ ആ സന്ദർഭത്തിൽ ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് ഞാൻ മാതൃഭൂമി ചാനലിൽ ചർച്ചയ്ക്കുള്ളതായിരിക്കുന്ന സമയം നൽകിയിരുന്നു. അതിനിടയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് വളരെ മോശമായ ഒരു സമീപനത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ പോകേണ്ട സമയമായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. അത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ എവിടെയും പറയും. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ചയ്ക്ക് വിളിച്ച സന്ദർഭത്തിൽ നിങ്ങളെ ആരെയും ഞങ്ങൾ ഒരു ചാനലിലും ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ സെബാസ്റ്റ്യൻ കുപോളിനെ കണ്ടിട്ടുണ്ട്, സുരേന്ദ്ര ബാബുവിനെ കണ്ടിട്ടുണ്ട്, പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ CPIM-ന്റെ ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളതായിരിക്കുന്ന യുവജന നേതാക്കന്മാരെ ഇന്നാണ് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന സന്ദർഭങ്ങളിലും ഒക്കെ നിങ്ങളുടെ ഈ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ പറയട്ടെ
പറയൂ പറയൂ, സോറി, താങ്കൾ തന്നെ പറയും. പറയട്ടെ ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. പിന്നെ ഇദ്ദേഹം ചോദിച്ചു ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞില്ല എന്നുള്ളതൊക്കെ. 4 മാസേ ആയുള്ളൂ, ഇനി അങ്ങോട്ട് കിടക്കുക. മാത്രമല്ല ആ സ്ത്രീ ആർക്ക് വേണ്ടി കരാറെടുത്തു എന്നും ഇപ്പൊ ആ സ്ത്രീ എന്ത് പറയുന്നു എന്നുള്ളൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ ഡിബേറ്റിൽ വരാനുണ്ടല്ലോ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ UDF സമയത്ത് നിരവധി മന്ത്രിമാർ മുംബൈ രാജിവെച്ചിട്ടുണ്ട്. KP വിശ്വനാഥൻ രാജിവെച്ചിട്ടുണ്ട്, രാമേന്ദ്ര മാഷി രാജിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഒരു പരാമർശം ഉണ്ടായപ്പോൾ KM മാണി രാജിവെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ എലിഗേഷൻസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ നമ്മുടെ ചർച്ച താങ്കൾ പറയുന്ന ആ പോയിന്റ് കഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. KM മാണി കഴിഞ്ഞ തവണ രാജിവെച്ചത് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയാം. FIR എല്ലാം കഴിഞ്ഞ് സീസറിന്റെ ഭാര്യയെ കുറിച്ച് കോടതി പരാമർശം നടത്തിയപ്പോഴാണ്. ഈ പണ്ട് K കരുണാകരനും അല്ലെങ്കിൽ KP വിശ്വനാഥനും ഒക്കെ രാജിവെച്ച പാരമ്പര്യം തകർത്തതാണ് നിങ്ങളുടെ പാർട്ടിയിലെ പുതിയ പ്രവണത. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് പാർട്ടിക്ക് അകത്ത് തന്നെ നടന്നത്. അവിടെയാണ് സിദ്ദിഖ് താങ്കളെപ്പോലുള്ളവർക്ക് കഴിഞ്ഞ തവണ വാദിക്കേണ്ടി വന്നതും ഇപ്പോൾ ഇതിന് മറുപടി പറയാൻ പറ്റാതെ പോകുന്നതും. ഈ പുതിയ ശീലം കാണുമ്പോൾ അവിടെയാണ് ഉത്തരം പറയേണ്ടത്. ഇവിടെ ഇതൊരു പുതിയ ശീലമല്ല എന്നുള്ളത് മാത്രമല്ല, ഇത് വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടും താൻ തെറ്റ് ചെയ്തു എന്ന് ഒരു മന്ത്രി സമ്മതിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാണ്. ആരോട് സമ്മതിച്ചു? പാർട്ടി വേദിയിൽ നിങ്ങളുടെ നേതാക്കളും പലതും പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളോട് നിങ്ങളുടെ നേതാക്കൾ പുറത്തിറങ്ങി പറയുന്നത് എന്താണ്? ഞങ്ങളുടെ പാർട്ടി വേദിയിൽ പലതും ഞങ്ങൾ പറയും, അത് ഞങ്ങൾ പുറത്തു പറഞ്ഞു നടക്കുന്നതല്ല എന്നാണ്. ഇവരുടെ പാർട്ടിയിൽ അവർ പല വേദികളിലും പലതും പറഞ്ഞു. അതിനുശേഷം അവർ തീരുമാനിച്ചു ഇത്രയും ആരോപണം ഉണ്ടായി, അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു, രാജിവെച്ചോട്ടെ എന്ന്. സിദ്ദിഖ് പറയുന്ന കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ EP ജയരാജൻ ഇനി 10 തവണ കൂടി മന്ത്രിയായി തുടരണം. അതാണ് വേണ്ടത്. ഒന്ന് ലാല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ കേൾവിക്കാരനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ EP ജയരാജൻ തന്നെ താൻ ചെയ്ത കുറ്റം സമ്മതിച്ചു എന്നുള്ളത് മാത്രമല്ല, അപേക്ഷ കൊടുക്കാത്ത, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത 100 കണക്കിന് ആളുകൾ അപേക്ഷിച്ച് അവരെയൊക്കെ മാറ്റി ഒരു സ്വന്തക്കാരനെ ഒരു MD സ്ഥാനത്ത് നിയോഗിക്കുക. രണ്ടാമത്തത് പിന്നെ ലാറ്ററൈറ്റ് ഗന്നുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാപ്പനിശ്ശേരി കേന്ദ്രമായിട്ടുള്ള കേരള ക്ലേ ആൻഡ് സെറാമിക്സിന്റെ അധിപയായി രണ്ടാമത്തെ തൻ്റെ ബന്ധുവിനെ നിയോഗിക്കുക. അങ്ങനെ തുടങ്ങി സ്വജനപക്ഷപാതത്തിന്റെ മൂർത്തി രൂപമായി UPA ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നിർവീര്യമാക്കുമ്പോൾ ബന്ധുറപ്പ് പദ്ധതിയാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല പദപ്രയോഗമാണ്. ഞാൻ T സിദ്ദിഖിലേക്ക് വരാം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇപ്പോൾ T സിദ്ദിഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഈ നിയമനങ്ങൾ ഒക്കെ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ ധാർമ്മികമായി ശരിയല്ല. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത കുറവിനും പിഴവുകൾക്കും അദ്ദേഹം ഇപ്പോൾ വില നൽകേണ്ടി വന്നിരിക്കുന്നു. അത് ഇടത് സർക്കാർ ഇപ്പോൾ വേണ്ട രീതിയിൽ, മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ അതിന് വേണ്ട രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ നിയമപരമായി നോക്കുക, കഴിഞ്ഞ തവണ 5 വർഷം പിടിച്ചു നിന്ന മന്ത്രിമാർ ഉണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ. നിയമപരമായി EP ജയരാജൻ ഈ ഘട്ടത്തിൽ രാജി വയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? എത്ര കാലം കൂടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും ശ്രീ സിദ്ദിഖ് പറയുന്ന ഭാഷയിൽ? സിദ്ദിഖ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത നല്ല സൗഹൃദം പുലർത്തുന്നവരാണ്. സിദ്ദിഖ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും രാഷ്ട്രീയപരമായി ലാലിൻ്റെ ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളെന്ന നിലയിലും സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. ശ്രീ റഹീം എടുത്ത നിലപാട് പോലെ ഒരു നിലപാടെടുക്കാൻ ബാധ്യസ്ഥനാണ് ശ്രീ സിദ്ദിഖ്. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി പറയുന്നത് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. ലാൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ ആമുഖമായി തന്നെ ഞാനത് സൂചിപ്പിച്ചു. ശ്രീ ജയരാജനെതിരെ വന്നിട്ടുള്ള ആരോപണം, അത് പാർട്ടി സെക്രട്ടറി തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഏകദേശ രൂപം ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ശ്രീ ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് പിഴവ് പറ്റി അല്ലെങ്കിൽ തെറ്റുപറ്റി, അത് പാർട്ടി മനസ്സിലാക്കി അദ്ദേഹത്തിനോട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരിൽ വന്ന ആരോപണങ്ങൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി, അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാകുന്നതുവരെ ഞാനത് മാറി നിൽക്കാനായിട്ട് രാജിവെക്കാൻ സന്നദ്ധത പഠിച്ചു, രാജിവെച്ചു.
ഇതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇനി അതിൻ്റെ നിയമപരമായ വശം നോക്കിയാൽ ശ്രീ സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യം, ഒരാളിനെതിരെ ഒരു പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ട് എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഞാൻ ശ്രീ ജയരാജന് വേണ്ടി വാദിക്കാൻ വേണ്ടി നിൽക്കുന്ന വക്കീലൊന്നും അല്ല, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി, വിജിലൻസ് കോടതി തിരുവനന്തപുരത്ത് ഒരു പൊതു താല്പര്യ ഹർജി വന്ന സമയത്ത് കോടതി ആദ്യം തന്നെ ചോദിച്ചത് പത്ര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റില്ല, ഒരു നിരീക്ഷണം. വിജിലൻസിനോട് ചോദിച്ചു, എന്താ ഈ കാര്യത്തിൽ നിങ്ങളുടെ നടപടി? വിജിലൻസ് പറഞ്ഞു, ഞങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടത് ലളിതകുമാരി കേസിൽ ത്വരിതമായിട്ടുള്ള പെട്ടെന്നുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയായിട്ട് മുമ്പോട്ട് പോകാം. ഇങ്ങനെ ഈ ലളിതകുമാരി കേസ് സുപ്രീം കോടതി വന്നത് തന്നെ അനാവശ്യമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ പരാതി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇൻബിൽറ്റ് മെക്കാനിസമായിട്ടാണ് ലളിതകുമാരി കേസ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു വെരിഫിക്കേഷൻ നടത്തി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ FIR ഇട്ട് മുമ്പോട്ട് പോകാം. ആ ത്വരിത നടപടി അല്ലെങ്കിൽ ആ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല, നടക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ അഴിമതി നിരോധന നിയമത്തിലെ 13(1)(d)യും 15 കൂടെ ചേർത്ത് വായിച്ചാൽ സ്വജനപക്ഷപാതം ശ്രീ ജയരാജൻ നടത്തുന്ന അഴിമതിയുടെ പരിധിയിൽ വരുമോ എന്നുള്ള ഒരു കാര്യം വേണമെങ്കിൽ വാദത്തിന് വരില്ല എന്നും പറയാം, വേണമെങ്കിൽ അത് വരുത്തുകയും ചെയ്യാം. അത് നമ്മുടെ ഒരു ലോജിക്കിൻ്റെ ഒരു പ്രശ്നമാണ്, ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു സാധ്യതയാണ്. ഇതിനടുത്ത കാലത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു ലേഖനം എഴുതിയിൽ പറഞ്ഞിരിക്കുന്നു അത് വരുമെന്ന്. വേണമെങ്കിൽ അത് വരുത്താതിരിക്കാനും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലോജിക്കുകളുണ്ട്. കാരണം അത് ന്യായീകരിക്കില്ല, ഒരു വസ്തുത പറയാം. അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ് എന്ന് രാഷ്ട്രീയപരമായി വിലയിരുത്തൽ നടത്താതെ ഒരു നിയമ സംവിധാനവും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റൊരു കാൻഡിഡേറ്റും ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തി ഭരണഘടന ഉറപ്പ് നൽകുന്ന അനുച്ഛേദം 14-ൻ്റെയും 16-ൻ്റെയും ലംഘനം നടന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു പോസ്റ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി അനർഹരായ ആർക്കെങ്കിലും കൊടുത്തു എന്നൊരു പരാതി ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ശ്രീ ജയരാജൻ ഏതെങ്കിലും പരിഗണന വെച്ചുകൊണ്ട് ഇത്തരം ഒരു കാര്യം ചെയ്തുവെങ്കിൽ ജയരാജൻ എന്ത് പറയാനുണ്ട് എന്നുള്ളത് കേരളീയ സമൂഹം കേൾക്കാൻ അവസരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. പകരം ആരോപണം വന്നപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത ആ സത്യപ്രതിജ്ഞ, ഞാൻ ആരുടെയും ഭയമില്ലാതെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വിധേയനാകാതെ എന്നിൽ അർപ്പിതമായ ഭരണഘടനാപരമായ ആ യശസ് ഉയർത്തിപ്പിടിച്ച് ഞാനൊരു MLA ആയി തുടരാവുന്നൊരു സത്യപ്രതിജ്ഞ, മന്ത്രിയായി തുടരാവുന്നൊരു സത്യപ്രതിജ്ഞ, ആ സത്യപ്രതിജ്ഞയുടെ ലംഘനമായി ഏതെങ്കിലും ഒരു കോടതി കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് നിയമപരമായി രാജിവെക്കേണ്ട സാധ്യതയുള്ളൂ. പകരം അദ്ദേഹം ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നവരും ഭരണത്തിലിരിക്കുന്നവരും മാതൃക കാണിക്കണമെന്നുള്ള ആ ഒരു മാതൃകയായിട്ടാണ് ശ്രീ ജയരാജൻ ചെയ്തതിനെ ഞാൻ കാണുന്നു. സിദ്ദിഖിൻ്റെ ഉള്ളിൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിമാനത്തോട് ഓർക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർക്കും ഇതേപോലുള്ള മാതൃകകൾ കാണിക്കാൻ അവസരം കിട്ടിയപ്പോൾ കാണിക്കാതെ എല്ലാ തരത്തിലും ഉരുണ്ട് കളിക്കുന്ന ഒരു അവസരം കേരളീയ സമൂഹം കണ്ടതാണ്. നിക്കക്കള്ളിയില്ലാതെ വന്നു. പിന്നെ സീസറിൻ്റെ ഭാര്യയെക്കുറിച്ച് റെഫറൻസ് ഒക്കെ വന്നപ്പോൾ ഇറങ്ങേണ്ട സാഹചര്യം വന്ന് അങ്ങനെ ഇറങ്ങാൻ വേറെ വഴിയില്ലായിരുന്നപ്പോൾ ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് സിദ്ദിഖ് ആ രീതിയിൽ അതിനെ ന്യായീകരിക്കരുത്. ഞാൻ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. സിദ്ദിഖിന്റെ മറുപടിയും റഹീമിന്റെ പ്രതികരണവും. ടി സിദ്ദിഖ്, ഈ ക്വിക്ക് വെരിഫിക്കേഷനെ കുറിച്ചുള്ള ചർച്ച വന്ന കാലഘട്ടത്തിൽ ഈ വിജിലൻസിന്റെ പലതരം അന്വേഷണം ഉണ്ടെന്ന് ഈ ചർച്ചയിലൂടെ എന്നെ പഠിപ്പിച്ചത് ടി സിദ്ദിഖാണ്. കെ ബാബു രാജിവെക്കേണ്ടതില്ല, കാരണം ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല, അത് പ്രിലിമിനറി എൻക്വയറി ആണെന്നൊരു പദം അതിനകത്തുണ്ടെന്ന് ആദ്യം ഫയലിലൂടെ എടുത്ത് കാണിച്ചു തന്നത് ടി സിദ്ദിഖാണ്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വെരിഫിക്കേഷനുകളൊക്കെ വന്നിട്ട് വേണം ഇനി ജയരാജന് നിയമപരമായി രാജിവെക്കാനെന്നിരിക്കെ ടി സിദ്ദിഖ്, താങ്കൾ ഈ പറയുന്നത് രാഷ്ട്രീയ അവസരവാദപരം കൂടിയല്ലേ? ഒരവസരവാദവുമല്ല എന്നുള്ളത് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തകന്മാർക്കെതിരെ ഇത്തരം വ്യാജമായ ആരോപണം ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിർബന്ധമായും ഒരു എൻക്വയറി നടന്നിരിക്കണം. അത് ക്വിക്ക് വെരിഫിക്കേഷൻ ആയാലും അത് പ്രിലിമിനറി എൻക്വയറി ആയാലും പ്രൈമറി എൻക്വയറി ആയാലും എൻക്വയറി നടന്നിരിക്കണം. ആ എൻക്വയറിയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ നേരത്തെ ശിവൻമഠത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നേരെ FIRലേക്ക് പോകേണ്ടതുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം. നേരത്തെ UDFന്റെ മന്ത്രിമാർക്കെതിരായി അത്തരം വെരിഫിക്കേഷൻസ് നടന്ന സന്ദർഭത്തിൽ കോഗ്നൈസബിൾ ഒഫൻസ് ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ബാബുവിനെതിരെ ഉണ്ടായിട്ടുള്ള അലിഗേഷൻസും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അലിഗേഷനെ പ്രൂവ് ചെയ്യാണ്. വളരെ കൃത്യമാണ്. അലിഗേഷനും പ്രൂവൺ അലിഗേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പ്രൂവൺ അലിഗേഷനാണ്. എന്താണ്? അപേക്ഷ കൊടുക്കാത്ത, പരീക്ഷ എഴുതാത്ത, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത, നിയമനം കൊടുത്തു. ഒരു മിനിറ്റ് ലാലെ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ലാലെ ഞാൻ പറഞ്ഞോട്ടെ. ഇദ്ദേഹം നിയമനം കൊടുത്തു. ആ നിയമനം നൽകുന്നത് വളരെ കൃത്യവും ആധികാരികവുമായി അഴിമതിയുടെ പർവ്യൂവിൽ വരും എന്നുള്ളത് ശ്രീ ശിവൻ മഠത്തിന് കൃത്യമായിട്ട് അറിയാം. കേരളത്തിൽ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്കറിയാം. സ്വന്തം അധികാര ദുർവിനിയോഗം നടത്തി സ്വജനപക്ഷപാതം നടത്തുന്നത് 1988 അഴിമതി നിരോധന നിയമം 13(1)(d) ക്ലോസ് 3 അനുസരിച്ച് പ്രഥമ 3 വർഷം വരെ ശ്രീ സിദ്ദീഖ് അങ്ങേക്ക് ശ്രീ സിദ്ദീഖ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ക്വിക്ക് വെരിഫിക്കേഷൻ ഇവിടെ നടന്നിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ക്വിക്ക് വെരിഫിക്കേഷൻ ഇവിടെ നടന്നിട്ടില്ല. നടക്കാൻ പോകുന്നതേ ഉള്ളൂ. കോടതിയിൽ അത് സംബന്ധിച്ച് നീങ്ങുന്നതേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്നിട്ട് പോരെ? ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോരെ? സിദ്ദിഖ് സമയത്തിന്റെ പരിമിതി കൂടെ ഉണ്ട്. 7 മണിക്ക് വരാന്ന് പറഞ്ഞ സിദ്ദിഖ് എത്തിയത് 7:30-ക്കാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാനുള്ള അവസരം തന്നാൽ മതി. ഇല്ല, സിദ്ദിഖ് അത് പറഞ്ഞിട്ട് ഞാൻ റഹീമിലൂടെ അവസാനിപ്പിക്കാം ഈ ചർച്ച. അവിടെ അടുത്ത അതിഥിയും വന്നിട്ടുണ്ട്, സിദ്ദിഖിന്റെ അടുത്തുണ്ട്. അല്ല, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ QV നടന്നിട്ടില്ല എന്ന് ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ QV നടത്തേണ്ട കാര്യം പോലും ഇല്ല എന്ന് മന്ത്രി സ്വന്തം പാർട്ടി കമ്മിറ്റി യോഗത്തിൽ പോലും എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പരീക്ഷയും ഇന്റർവ്യൂ നടത്താത്ത ഒരുത്തന്നെ നിയമനം കൊടുത്തു എന്നുള്ള ഫയൽ മുമ്പിൽ കിടക്കുക. അലിഗേഷൻ അല്ല, പ്രൂവൺ അലിഗേഷനാ. അപ്പൊ നാളെ കോടതിയുടെ മുമ്പിൽ രക്ഷ ഉണ്ടാവില്ല. 1 സത്യപ്രതിജ്ഞാ ലംഘനം, 2 ഭരണഘടനാ ലംഘനം, 3 അഴിമതി നിരോധന നിയമപ്രകാരമുള്ളതായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള തെറ്റ്. ഇത്രയധികം ഗുരുതരമായ തെറ്റ് നടത്തിയ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി ശ്രീ റഹീം, എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ചരിത്രം വെച്ച് രാജിവെക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ അതിന് തുനിയാതെ ഈ പറഞ്ഞതുപോലെ സിദ്ദിഖിന് ഈ പ്രൂവൺ അലിഗേഷനാണെന്ന് പറയാൻ വേണ്ടിയാണോ രാജിവെച്ചത്? ഒരിക്കലുമല്ല. ഇത് CPM അല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടിലാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ അനുഭവങ്ങളിൽ അദ്ദേഹത്തിന് ഇതേ പറയാനാവുകയുള്ളൂ. അദ്ദേഹം ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന യോഗ്യതകളുമായെല്ലാം ബന്ധപ്പെട്ടത് റിയാബിൻ്റെ മാനദണ്ഡമാണ്. ദയവേത് അങ്ങ് മനസ്സിലാക്കുക. അടുത്ത ചർച്ചയ്ക്ക് പോകുകയാണെന്ന് എനിക്കറിയാം. അതിന് മുമ്പെങ്കിലും ഒന്ന് പഠിക്കുക. ഈ പറയുന്ന ആരോപിതമായ പ്രശ്നം അത് റിയാബിൻ്റെ പരിധിയിൽ വരുന്നതല്ല, അങ്ങ് മനസ്സിലാക്കുക. ഇതൊന്നുമല്ല. അതിൻ്റെ സാങ്കേതികത്വം ഒരുപാട് പറയാൻ പറ്റും. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ പറയലല്ല കാര്യം. അങ്ങനെ വരുന്നതല്ല. നിങ്ങൾ വിട്ടേക്ക് വരുന്നതല്ല. അതുകൊണ്ടാണ് പുതിയ ബോർഡ് ഉണ്ടാവുന്നേ. അതുകൊണ്ടാണ് പുതിയ ബോർഡ് വരുന്നത്. സിദ്ദീഖ് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടായിരുന്നല്ലോ. ഒന്ന് സമയം തരും, എനിക്ക് പോകാൻ അത്യാവശ്യം. സിദ്ദീഖ് ഞാനൊന്ന് പറയട്ടെ. ശ്രീ സിദ്ദീഖ്, ഇതിന്റെ നിങ്ങൾ നിൽക്കും, ഞാൻ പറയട്ടെ. നിങ്ങളത് വാദമായി ഉയർത്തു. ഞാൻ ആ വാദത്തെ ഒരുപക്ഷെ നിങ്ങളുടെ വാദഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ വാശിക്ക് വേണ്ടി ശരിവെച്ചെന്നാൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നം മാത്രമാണ് ഉയർന്നത്. ആ ധാർമ്മികതയുടെ പ്രശ്നത്തിൽ ഞങ്ങൾ രാജിവെച്ചു. നിങ്ങൾക്കതുപോലെ കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ഒരു മാതൃക ചൂണ്ടിക്കാട്ടിത്താ, ഏതെങ്കിലും ഒരു മാതൃക ചൂണ്ടിക്കാട്ടിത്താ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നു എന്ത് ക്വിക്ക് വെരിഫിക്കേഷന്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെ ആവശ്യം ഇതിൽ വരുന്നില്ല. ഇതാണല്ലോ താങ്കൾ പറയുന്നത്. ഒരാൾ പറയുകയാണ് ഞാൻ നേരിട്ട് പണം കൊടുത്തു എന്നൊരാൾ പറയുന്നു. എന്തിനാ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യം? ഒരു സ്ത്രീ പറയുകയാണ്, ഇന്ത്യയിലെ നിർഭയാലോ അമൻഡ് ചെയ്ത് ഉൾപ്പെടെ ഞാൻ ചൂണ്ടിക്കാണിച്ച് പറയാണ്, ഒരു സ്ത്രീ പറയുന്നു എന്നെ പീഡിപ്പിച്ചു. നിയമം എന്താ പറയുന്നത്? ഒരു സ്ത്രീ പറയണ്ട, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഹിയർസേ എവിഡൻസോട് കൂടി കേസെടുക്കാം എന്നിരിക്കുന്ന ഒരു നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു സ്ത്രീ നേരിട്ട് പരാതി പറഞ്ഞിട്ട് നിങ്ങൾ കേസെടുത്തോ? തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ അടുത്ത ദിവസം നേരത്തെ ചർച്ചയ്ക്ക് എത്തുക ടി സിദ്ദിഖ്. അപ്പൊ നമുക്കത് തുടരാം. ഇപ്പോൾ അടുത്ത ഘട്ടത്തിലെ ചർച്ചയിലേക്ക് പോകാൻ അതിഥികൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ദയവായി അങ്ങേക്ക് സാധിക്കുമെങ്കിൽ കുറച്ചു നേരം കൂടി ചർച്ചയിൽ തുടരുക. ടി സിദ്ദിഖിനും എ റഹീമിനും വളരെ നന്ദി.